أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു മുഅ്മിനീങ്ങളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഹുബ്ബുൻ നബി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം പറയാനാണ്. മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. നാം ഈ ലോകത്തിൽ വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? സിനിമാ താരങ്ങളെയും മറ്റു കളിക്കാരെയും ഒക്കെയാണ് നാം സ്നേഹിക്കുന്നത്. എന്നാൽ സ്വഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവർ സ്നേഹിച്ചിരുന്നത്. എന്തിനു പോലും ഭൂമിയിൽ മറ്റൊരു നഫ്സ് ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിച്ചിട്ടുണ്ടാവുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മുടെ എല്ലാവരെയും സ്നേഹിക്കുന്നത് കളിക്കാരെയും മറ്റുള്ളവരെയുമാണെങ്കിൽ അന്ന് സ്വഹാബാക്കൾ സ്നേഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് നബിയെ സ്നേഹിക്കുന്നില്ല? അതിന് കാരണം ഇപ്പോൾ നബി ഇല്ലല്ലോ എന്നല്ല, ഇസ്ലാം ഉണ്ടല്ലോ. ഇസ്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നബിയെ സ്നേഹിക്കേണ്ടതല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നബിയെ അല്ലേ? അതിനെക്കുറിച്ച് നബിയെ സ്നേഹിച്ച ഒരു സ്വഹാബത്തിനെ കുറിച്ച് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അല്ലാഹു സ്വഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ടല്ലോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബത്ത് ഉണ്ടായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജാമ ചെയ്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മോനെ അബ്ദുല്ലാഹ്, നീ ഹിജാമ ചെയ്ത രക്തത്തെ ആരും കാണാത്ത, മറ്റാരും അറിയാത്ത ഒരു വിജനമായ സ്ഥലത്ത് നിക്ഷേപിക്കണേ എന്ന് പറയുകയാണ്. ആരാ പറഞ്ഞത്? എന്റെ നബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ രക്തം ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രക്തം ഇരു കൈകളിലും എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാ. അങ്ങനെ പള്ളിയിൽ നിന്ന് മുന്നോട്ട് നടന്ന് ആരും കാണാത്ത സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ അതാ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയാണ്. ഈ രക്തം ഞാൻ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അഷ്റഫുൽ വറാ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാ. ഈ രക്തം എനിക്ക് എവിടെയും ഒഴിച്ചു കളയാൻ കഴിയൂല. ഈ രക്തം എനിക്ക് എവിടെയും ഒഴിച്ചു കളയാൻ കഴിയൂല. എന്നിട്ട് ആ രക്തമുണ്ടല്ലോ തൻ്റെ വായയിലേക്ക് അങ്ങൊഴിക്കുകയാണ്. ആരും കാണാത്ത, മറ്റാരും അറിയാത്ത ഒരു വിജനമായ സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ ആ രക്തം തൻ്റെ വായയിലേക്ക് അങ്ങൊഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ പാത്രം കൊണ്ട് തിരികെ വരികയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് ചോദിക്കുകയാണ്, വഹീന്റെ ദൂതരായ അഷ്റഫുൽ വറാ ഖൈറുൽ വറാ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വഹീന്റെ ദൂതരായ നബി ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാ, മോനെ അബ്ദുള്ള, നീ ആ രക്തത്തെ എന്താണ് ചെയ്തത് മോനെ? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചെറുപുഞ്ചിരിയോടെ പറയുകയാണ്, ഞാൻ ആ രക്തത്തെ ആരും കാണാത്ത, മറ്റാരും അറിയാത്ത ഒരു വിജനമായ സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പുഞ്ചിരിയോടെ ചോദിച്ചു, മോനെ അബ്ദുല്ലാ, ഈ ആ രക്തത്തെ കുടിച്ചുവല്ലേ അബ്ദുല്ലാ? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാ, അതേ നബിയെ, ഞാൻ ആ രക്തത്തെ കുടിച്ചു നബിയെ. അങ്ങയോടടങ്ങാനാവാത്ത സ്നേഹം കാരണം ഞാൻ ആ രക്തത്തെ കുടിച്ചു നബിയെ. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കും സ്നേഹിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.